ഹലോ വെൽക്കം ടു റഹനാസ് വ്ലോഗ്. കഴിഞ്ഞ ദിവസമുള്ള വ്ലോഗിൽ ഞാൻ മിറാക്കിൾ ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. റംബുട്ടാനും 2 മൂച്ചിക്കും നടുവിലായിട്ടാണ് ഈ ഒരു പ്ലാന്റ് വെച്ചത്. ഏകദേശം 2 വർഷം കഴിഞ്ഞു. അതിന് ട്രങ്ക് അധികം കട്ടിയില്ലാത്തതാണ്, ഹൈറ്റ് ഉണ്ട്, എന്നാൽ ഓവർ ഹൈറ്റ് ഇല്ലതാനും. പിന്നെ ഇടതൂർന്ന ഇലകളാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ നടുവിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിൽ തട്ടുന്നുണ്ട്, എന്നാൽ നേരിട്ട് ഫുള്ളായിട്ടുള്ള വെയിൽ തട്ടുന്നില്ല. ഇതിന് ഫുള്ളായിട്ട് വെയിലിൻ്റെ ആവശ്യമില്ല. ഇനി നേരിയ വെയിൽ തട്ടിയാലും ഫുള്ളായിട്ടുള്ള വെയിൽ തട്ടിയാലും ഇത് നന്നായിട്ട് തന്നെ വളരും. പിന്നെ ഓവർ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം. കായ്ക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ടും റെഡ് കളറിലാകുന്ന സമയത്താണ് ഇതിൻ്റെ കറക്റ്റ് പഴുപ്പാകുക. ഇതിൻ്റെ പൂക്കൾ വെള്ള നിറത്തിലായിരിക്കും. അപ്പോൾ ഞാനൊരു മിറാക്കിൾ ഫ്രൂട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കഴിച്ചിട്ട് കാണിച്ചു തരാം. കഴിക്കുമ്പോൾ ദാ ഇതുപോലെയാണ് ഉണ്ടാകുക. അധികം കഴിക്കാനുണ്ടാവില്ല, കുരു കാര്യമായിട്ട് ഉണ്ടാകുക. പക്ഷെ ആ കഴിച്ച എഫക്റ്റ് നല്ലോണം നമ്മുടെ വായലുണ്ടാവും. കുരു ഒരു സൈഡിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ദാ കാണുന്ന പോലെയാണ് ഉണ്ടാകുക. അതേസമയം ഒരു സൈഡിൽ ഫ്രൂട്ടിൻ്റെ ഒരു കട്ടിയില്ലാത്ത പാട പോലെ തോന്നിക്കുന്ന വിധത്തിലുണ്ടാകും. എങ്ങനെ കഴിച്ചാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയാനാണ് സ്പെഷ്യലി എടുത്ത് പറയാനുള്ളത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരം പുളിയായിരിക്കും കഴിക്കുമ്പോൾ. പിന്നീടാണ് നമുക്കുള്ള മിറാക്കിൾ സംഭവിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ മധുരമുള്ള നാരങ്ങ വെള്ളം പോലെ തോന്നിക്കും. അന്നേരം തൈര് കഴിക്കുകയാണെങ്കിൽ മധുരമായിട്ട് തോന്നും. ഇനി വേറെ എന്തും നോർമലി പുളി ഇല്ലാത്ത കഴിക്കുകയാണെങ്കിലും എന്തോ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റാണ് ആ ഒരു ഫുഡ് നമുക്ക് തോന്നുക. പിന്നെ മധുരം തന്നെയാണ് കഴിക്കുന്നതെങ്കിൽ സ്പെഷ്യലി എക്സ്ട്രാ മധുരമൊന്നും തോന്നിക്കൂല. പക്ഷെ അടിപൊളിയാണ്. പലരും പറയുന്നുണ്ട് ഇത് പ്രമേഹത്തിന്, അതുപോലെ ക്യാൻസർ രോഗികളിൽ കീമോ ചെയ്യുന്നവർക്ക് ഓവർ മരുന്നിൻ്റെ ഉപയോഗം കാരണം അവരുടെ ടേസ്റ്റിൻ്റെ കപ്പാസിറ്റി കുറച്ച് കുറവായിരിക്കും. അവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുമെന്ന് പറയാറുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ദ ബെസ്റ്റ് എന്ന് പറയാം ആണ്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് നടാം. അതുപോലെ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. ഇനി ഏത് കയ്പങ്ങയും നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് എന്തായാലും വീട്ടിൽ ഉണ്ടാക്കുക. അപ്പോൾ നമുക്കതൊക്കെ കഴിക്കാൻ പറ്റാത്തതൊക്കെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഓവർ കെയർ ചെയ്യേണ്ട, ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഓവർ സമയം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുണ്ടാക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.